കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിന്റെ ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടായ നിയമ പോരാട്ടങ്ങളും കേരള മനസ്സാക്ഷിയെ നടുക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു സോഷ്യൽ മീഡിയ വീഡിയോയുടെ പേരിൽ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണവും അപമാനവുമാണ് ഒരു യുവാവിന്റെ ജീവൻ എടുത്തതെന്ന ആരോപണം ശക്തമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ദീപകിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേവലം ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും ക്രൈംബ്രാഞ്ചോ CBIയോ കേസ് ഏറ്റെടുക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. അപകീർത്തികരമായ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുമെന്നതിന് ഉദാഹരണമാണ് ദീപകിന്റെ മരണം. പ്രതിയായ യുവതി ഇതിനോടകം വിദേശത്തേക്ക് കടന്നോ എന്ന കാര്യത്തിൽ മെൻസ് അസോസിയേഷൻ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ യുവതിക്കെതിരെ ഉടൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭീതിയും അസോസിയേഷൻ പങ്കുവയ്ക്കുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഡിജിറ്റൽ രൂപത്തിലുള്ളവയാണ്. മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ, വീഡിയോയുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ ശാസ്ത്രീയമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇവ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കോടതിയുടെ അടിയന്തര ഇടപെടൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. പോലീസ് സംവിധാനങ്ങൾ പ്രതിയായ യുവതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും മെൻസ് അസോസിയേഷൻ ഉന്നയിക്കുന്നുണ്ട്. ഇരയായ ദീപകിന് നീതി ഉറപ്പാക്കുന്നതിന് പകരം കുറ്റാരോപിതർക്ക് പഴുതുകൾ നൽകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളതെന്നാണ് ഇവരുടെ ആക്ഷേപം. വ്യാജ വീഡിയോകൾ നൽകുന്ന മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയാണ് ദീപക് മരണം തിരഞ്ഞെടുത്തത്. തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കില്ലെന്ന ഭയവും ലോകത്തിനു മുന്നിൽ അപമാനിതനായെന്ന ചിന്തയും ദീപകിനെ വേട്ടയാടിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദീപക് യുവതിയോട് മോശമായി പെരുമാറിയെന്നത് വെറും കെട്ടിച്ചമച്ച കഥയാണെന്ന് അസോസിയേഷൻ വാദിക്കുന്നു. യാതൊരു തെളിവുമില്ലാതെ ഒരാളെ പരസ്യമായി അപമാനിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അഭിഭാഷകനായ MG ശ്രീജിത്ത് മുഖേന നൽകിയ ഹർജിയിൽ ബോധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിലെ മറ്റൊരു പ്രധാന കണ്ണിയായ വടകര സ്വദേശി ഷിംജിത ഇപ്പോഴും ഒളിവിലാണ്. ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ആദ്യം പങ്കുവച്ചത് ഇവരാണെന്ന് പറയപ്പെടുന്നു. പോലീസിനെ വെട്ടിച്ച് ഇവർ മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഷിംജിത സംസ്ഥാനം വിട്ടതായി സൂചനകളുണ്ട്. മംഗളൂരുവിലേക്ക് ഇവർ കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്നാൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ലെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും അന്വേഷണ സംഘത്തിന് ഇതുവരെ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ദീപകിനെ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഈ കേസിൽ നിർണായക തെളിവാണ്. അത് കണ്ടെടുക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഫോണിലെ ഡാറ്റ നശിപ്പിക്കപ്പെട്ടാൽ കേസ് തെളിയിക്കുക പ്രയാസകരമാകുമെന്ന് സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിനുള്ളിൽ വെച്ച് നടന്ന സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവ ദിവസം യാത്രക്കാരോ പരാതിക്കാരോ തങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ജീവനക്കാർ വ്യക്തമാക്കിയത്. ഇതോടെ യുവതിയുടെ ആരോപണങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ലൈംഗിക അതിക്രമം നടന്നുവെന്ന് പറയുന്ന സമയത്ത് ബസ്സിനുള്ളിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന സൂചനകളാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഇത് ദീപകിന്റെ വീട്ടുകാരുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നു. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഒരു നിരപരാധിയെ സമൂഹ മധ്യത്തിൽ കരിവാരി തേച്ചതിലൂടെ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് ഷിംജിതയ്ക്കെതിരെയുള്ള പ്രധാന കുറ്റം. മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി രക്ഷിതാക്കളുടെയും സഹോദരന്റെയും മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ മകൻ നിരപരാധിയാണെന്നും വീഡിയോ പുറത്തു വന്നതിന് ശേഷം അവൻ കടുത്ത മനോവിഷമത്തിലായിരുന്നു എന്നും മാതാപിതാക്കൾ ആവർത്തിച്ചു. ദീപകിന്റെ ഉറ്റ സുഹൃത്തുക്കളും സമാനമായ മൊഴിയാണ് നൽകിയത്. ലോകം മുഴുവൻ തന്നെ ഒരു കുറ്റവാളിയായി കാണുന്നു എന്ന വേദന ദീപക് സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും അധികം ആക്ഷേപം സഹിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൻ പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ ഓർക്കുന്നു. കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച യുവതി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ പങ്കുവച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലാവുകയും ദീപകിന്റെ ഫോട്ടോയും വിവരങ്ങളും വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. ദീപകിന് നേരെ ഉണ്ടായ സൈബർ ബുള്ളിങ് നിയന്ത്രിക്കാനാവാത്ത വിധം വളർന്നു. സോഷ്യൽ മീഡിയയിലെ സ്വയം പ്രഖ്യാപിത നീതിപാലകർ ദീപകിനെതിരെ അസഭ്യ വർഷം ചൊരിഞ്ഞു. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ ഒരു യുവാവിനെ ക്രൂശിക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ഒടുവിൽ മാനസികമായി തകർന്ന ഇനിയൊരു ജീവിതമില്ലെന്ന് കരുതി ദീപക് കഴിഞ്ഞ ഞായറാഴ്ച വീടിനുള്ളിൽ ജീവിതം അവസാനിപ്പിച്ചു. ദീപകിന്റെ മരണത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട നീതിയുടെ അപകടത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് എന്നത് ഖേദകരമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ സംഭവം ഒരു പാഠമാണ്. വ്യക്തമായ തെളിവുകളില്ലാതെ ഒരാളെ വേട്ടയാടുന്നത് അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും. ഹൈക്കോടതി ഇടപെടലിലൂടെ ദീപകിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം.